ഇന്ന് നമുക്ക് മുട്ട കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇനി 1/4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരുപാട് സമയത്ത് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഒരു ചെറിയ തരിതരിപ്പോട് കൂടി വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 മുട്ട പുഴുങ്ങിയെടുത്തത് വേണം. അത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ട മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. എല്ലാ മുട്ടയും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച മസാല മുഴുവനായിട്ടും നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് വിതറിയിട്ട് കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒരുപാട് സമയം വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മുട്ട കൊണ്ടുള്ള ഒരു ഐറ്റം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.